സ്മൃതി, ശിരൂരിലെ അപകടത്തിന് പിന്നാലെ കേരളത്തിലുണ്ടായ ഏറ്റവും വലിയ ദേശീയപാതയിലെ മണ്ണിടിച്ചിലാണ് ഈ മുക്കാളിൽ നടന്നത്. കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ വർഷം ജൂലൈ മാസം 1-ാം തീയതി രാവിലെ 8 മണിക്കാണ് ഈ കാണുന്ന 20 മീറ്റർ ഉയരത്തിൽ നിന്ന് മല ഇടിഞ്ഞു വീണത്. പക്ഷേ ആ മല ഇടിഞ്ഞു വീണു അതേ അവസ്ഥയിൽ തന്നെ കിടക്കുകയാണ്. ഒരു തരി മണ്ണ് പോലും ഇവിടെ നിന്ന് എടുത്തു നീക്കാൻ ദേശീയപാത അതോറിറ്റിയോ ഇത് കരാർ ഏറ്റെടുത്ത അദാനി കമ്പനിയോ അദാനി ഉപകരാർ നൽകിയ വാഗാഡ് കമ്പനിയോ തയ്യാറായിട്ടില്ല. ഈ മൺകൂനയുടെ മുകളിൽ പുല്ല് മുളച്ചതും ചെടി വളർന്നതും കാട് വളർന്നതുമല്ലാതെ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ഇപ്പോഴും ഈ രണ്ട് മൺകൂനകൾക്കിടയിലൂടെയാണ് ദേശീയപാതയിലൂടെ വാഹനങ്ങൾ കടന്നു പോകുന്നത്. ഒരു വർഷം ഒടുങ്ങി അല്ലേ സ്മൃതി? തീർച്ചയായിട്ടും അന്ന് വലിയ പ്രതിഷേധങ്ങളുണ്ടായിരുന്നു. നാട്ടുകാർ റോഡ് ഉപരോധിച്ചു. അന്ന് ദേശീയപാത അതോറിറ്റിയുടെ ആളുകൾ ഇവിടെ എത്തി പറഞ്ഞത് ഈ കുന്ന് സംരക്ഷണ ഭിത്തി കെട്ടി സംരക്ഷിക്കുമെന്ന് പറയുന്നു. അന്ന് ചെയ്ത സോയിൽ നെയിലിംഗ് എന്ന് പറയുന്ന ഈ കോൺക്രീറ്റ് ആഭരണം പൊളിഞ്ഞാണ് ഇത് താഴോട്ട് വീണത്. ഇത് പൊളിച്ചു മാറ്റി സംരക്ഷണ ഭിത്തി കെട്ടുമെന്ന് പറഞ്ഞു. ഇതുവരെ ചെയ്തിട്ടില്ല. ഇതിനു മുൻപ് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഏറ്റവും ഒടുവിൽ യോഗം നടന്നത്. ഇതിന് തൊട്ട് മുകളിലുള്ള വീട്ടിലെ താമസക്കാരെ അന്ന് വാടക നൽകി മാറ്റിപ്പാർപ്പിച്ചിരുന്നു. ആ വീട്ടിൽ താമസിക്കുന്ന ആളാണ് ലിജിൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. ഇദ്ദേഹത്തിന്റെ വീടാണ് ഏറ്റവും അപകടത്തിലുള്ളത്. വീടിന്റെ മുറ്റം ഉൾപ്പെടെ പൊളിഞ്ഞ് റോഡിലേക്ക് വീണിരുന്നു. എത്ര മാസമാണ് നിങ്ങൾ വാടക വീട്ടിൽ താമസിച്ചത്? ആക്ച്വലി ആ അപകടം സംഭവിച്ച സമയത്ത് അവർ താൽക്കാലിക ഞങ്ങളുടെ വീട് മാറ്റി അഡ്വാൻസ് വന്നിട്ട് വീട്ടിലോട്ട് മാറ്റി. പിന്നെ രണ്ടാമത്തെ മാസം വാടക ചോദിച്ചപ്പോൾ അയക്കാം അങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ അവർ ഫോൺ എടുത്തില്ല. പിന്നെ അപ്പം ആ അഡ്വാൻസിൽ തന്നെ ഞങ്ങൾ 2 മാസത്തോളം നിന്നു. എന്നിട്ട് ഞങ്ങൾ ഈ വീട്ടിൽ തന്നെയാണ് വന്ന് നിൽക്കുന്നത്. അതായത് ഈ ഇടിഞ്ഞു വീഴാറായ കുന്നിന്റെ മുകളിലെ വീട്ടിൽ തന്നെയാണ് ഇപ്പോഴുള്ളത്? അതെ, ഇവിടെ തന്നെയാണ് ഇപ്പോഴുള്ളത്. കാരണം നമുക്ക് വേറെ എവിടെയും പോയി നിൽക്കാനുള്ള ഒരു ഇതില്ല. പിന്നെ അതുകൊണ്ട് ഇവിടെ തന്നെ നിൽക്കുകയാണ് ഇപ്പോഴും. വാടകയും തന്നില്ല, നിങ്ങളെ പറ്റിച്ചു? അതെ, വാടകയൊന്നും തന്നിട്ടൊന്നുമില്ല. വെറുതെ വാടക പോലും കൊടുത്തില്ല. മഴ കഴിഞ്ഞപ്പോൾ വാടക കൊടുക്കൽ നിർത്തി വീണ്ടും ഇവർ ഈ അപകട ഭീഷണിയുള്ള വീട്ടിലേക്ക് വന്നിരിക്കുന്നു. അതായത് ഈ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് വടകര RDO സ്ഥലം MLA ഉൾപ്പെടെയുള്ള ആളുകൾ യോഗം വിളിച്ചിരുന്നു. ദേശീയപാത അതോറിറ്റിയുടെ ആളുകൾ യോഗത്തിൽ പങ്കെടുത്തു. ഒപ്പം തന്നെ കരാർ കമ്പനിയുടെ ആളുകൾ പങ്കെടുത്തു. അവർ പറഞ്ഞത് ഇവിടെ റെഡിമെയ്ഡ് റീറ്റെയിനിങ് വാൾ നിർമ്മിക്കുമെന്ന് പറഞ്ഞു. 5 ദിവസം കഴിഞ്ഞിരിക്കുന്നു. അപകടമുണ്ടായിട്ട് 1 വർഷം തികയുന്നു. ഇതുവരെ റീറ്റെയിനിങ് വാൾ പോലും നിർമ്മിച്ചിട്ടില്ല. ചേട്ടാ, റീറ്റെയിനിങ് വാൾ എന്നാണ് അവർ പറയുന്നത്. റെഡിമെയ്ഡ് കോൺക്രീറ്റ് സ്ലാബ് കൊണ്ടുവന്ന് റീറ്റെയിനിങ് വാൾ കെട്ടുമെന്ന് പറയുന്നു. അത് ശാശ്വതമാണോ? അല്ല, കോൺക്രീറ്റ് വാളാണ് ഇവിടെ മീറ്റിങ്ങിൽ പറഞ്ഞത്. പക്ഷേ ഇവർ ഇപ്പം ഒരാഴ്ച മുന്നേ പണിക്കാർ വന്നിട്ട് മറ്റേ റെഡിമെയ്ഡ് കോൺക്രീറ്റ് സ്ലാബ് ഇട്ടിട്ട് അതിവിടെ ഒരു പരിഹാരമല്ല. ഇതുപോലെ തന്നെയാണ് ഇതും പറഞ്ഞത്. സോയിൽ നെയിലിംഗ് പറഞ്ഞ 20 വർഷം ഗ്യാരണ്ടിയാണ്. നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് ജർമ്മൻ ടെക്നോളജിയാണല്ലോ. ഇത് ചെയ്ത സമയത്തെ നമുക്കറിയാം ഇതെന്തായാലും ഇടിഞ്ഞ് താഴുന്നു. നമുക്ക് ഇതിന് മുന്നേ ഉള്ള സ്ഥലമെടുപ്പിനെല്ലാം ഊരാളുങ്കൽ സൊസൈറ്റി നല്ല ഇതിൽ ചെയ്തതാണ്. കോൺക്രീറ്റ് കരിങ്കല്ല് കൊണ്ട് കെട്ടി സ്റ്റെപ്പായിട്ട്. നിങ്ങൾ വാഗാടിൻ്റെ ആൾക്കാരോട് പറയുമ്പോൾ എന്താ അവർ പറയുന്നത്? അവർ പറയുന്നത് അദാനിൻ്റെ ടീമിനെ കാണണം. അദാനി ആണ് ഇത് എടുത്തത്. നമ്മൾ ഉപകാരം എടുത്തതാണ്. പക്ഷേ അദാനിൻ്റെ ടീം ഇവിടെ വരില്ലല്ലോ. വാഗാടിൻ്റെ ആൾക്കാരോടെ നമുക്ക് പറയാൻ കഴിയുള്ളൂ. അതാണ് സ്മൃതി പ്രശ്നം. അദാനി കരാർ ഏറ്റെടുത്തിരിക്കുന്നു, വാഗാടിന് ഉപകരാർ നൽകിയിരിക്കുന്നു. നാട്ടുകാർ വാഗാടിന് കമ്പനിയുടെ ആൾക്കാർ പറയുമ്പോഴും അദാനിയോട് ചോദിക്കുമെന്ന മറുപടിയാണ് അവർ കൊടുക്കുന്നത്. ചേട്ടാ, ഇവിടെ താമസിക്കുന്ന ആളുകൾക്ക് പേടിയുണ്ട്. അതുപോലെ തന്നെ വണ്ടികൾ ധാരാളം വന്നൊരു വഴി കൂടിയാണല്ലോ. അപകടം ഇനിയും പതിയിരിക്കുമല്ലേ? മഴ തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ കനത്ത മഴയാണ് പെയ്തിരിക്കുന്നത് ഇവിടെ. അതെ, ഇപ്പം കഴിഞ്ഞ മീറ്റിങ്ങിൽ ഇപ്പോൾ കുറച്ച് ദിവസം മുന്നേ RDO ഓഫീസിൽ വെച്ചൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതിന് മുന്നേ ഇവർ പഞ്ചായത്തിലെ ആൾക്കാരും പിന്നെ അങ്ങനെയെല്ലാം കൂടിയിട്ട് തീരുമാനം എടുത്തത് കോൺക്രീറ്റ് വാള് കെട്ടിത്തരുന്ന കളക്ടറേറ്റ് വെച്ചിട്ട് തീരുമാനിച്ചു. പക്ഷേങ്കിൽ ഈ കഴിഞ്ഞ കുറച്ച് ദിവസം മുന്നേ ഇവർ ഇതേപോലെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞിട്ട് വന്നിട്ട് ഇവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എത്ര വരെ എവിടുന്ന മുതൽ ഇടം വരെ പൊട്ടിയതാണോ അവിടം വരെ ഈ കോൺക്രീറ്റ് വാള് എന്ന് പറഞ്ഞ സ്ഥലത്ത് അരിവാൾ എന്ന് പറയുന്നതാണ് ഇതിൽ ബ്രിക്കിൻ്റെ സാധനം വെക്കുന്നത്. അത് വെച്ചിട്ട് ചെയ്യാൻ നോക്കി. നമ്മൾ പറഞ്ഞാൽ അതിവിടെ ശാശ്വതമല്ല എന്ന് പറഞ്ഞതിന് ശേഷം അവരെ പണിയെടുക്കാൻ വന്നിട്ട് സ്റ്റോപ്പ് ചെയ്യിച്ച് അങ്ങനെ RDO ഓഫീസിൽ വെച്ചിട്ട് മെഞ്ഞാന്ന് മീറ്റിംഗ് നടന്നു. അന്ന് പോലെ എല്ലാവരും MLA അടക്കം പറഞ്ഞാൽ കോൺക്രീറ്റ് വാളാൻ തീരുമാനിച്ചത്. നിങ്ങളെങ്ങനെ സംഗതി മാറ്റി തിരിച്ചു മറിച്ച് കളിച്ച്. അപ്പോൾ അത് പറഞ്ഞ സംഗതിക്ക് ശേഷം അവർ പറയുന്നത് നമ്മൾ കോൺക്രീറ്റ് വാളല്ല പറഞ്ഞാൽ അരിവാൾ എന്ന് പറഞ്ഞ വാളാണ് പറഞ്ഞത്. ആ വാള് കെട്ടാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ചെയ്യാനേ നിവൃത്തിയുള്ളൂ, വേറെ രക്ഷയില്ല. അപ്പോൾ നമ്മളെന്ത് അങ്ങോട്ട് പറയാൻ നോക്കുമ്പോൾ അവർ ദാഷ്ട്യത്തോടെയാണ് ഇങ്ങോട്ട് സംസാരിക്കുന്നത്. അതായത് ഹൈവേ അതോറിറ്റി ആയാലും മറ്റുള്ള ആൾക്കാരായാലും ദാഷ്ട്യത്തോടെയാണ് ഇങ്ങോട്ട് സംസാരിക്കുക. അവർ പറയുന്നത് ചെയ്യും, വേറെ ഒരു ഇതുമില്ല. നമ്മളെ സുരക്ഷിതത്വത്തിന് ഒരു ഇത് വിലയില്ല കൽപ്പിക്കുന്നില്ല അവർ. അപ്പോൾ അവർ ഏത് സമയവും ഇതിന് ഇടിഞ്ഞു വീഴാനുള്ള സാധ്യതയുണ്ട്. കാരണം ഒരാഴ്ച 2 ദിവസമായിട്ടുള്ള മഴ പെയ്യാൻ തുടങ്ങിയിട്ട്. ഇതേപോലെ അന്നൊരു 2 ദിവസം മഴ പെയ്താണ് ഈ സംഭവം മുഴുവൻ ഉണ്ടായത്. ഒരു 2 ദിവസം കൂടി ഇതേപോലെ മഴ പെയ്യുകയാണെങ്കിൽ ഈ റോഡ് നാഷണൽ ഹൈവേ മുഴുവൻ ബ്ലോക്കാവും. യാതൊരു സംശയമില്ല. മാത്രമല്ല ഇതിലേ പോകുന്ന വാഹനങ്ങൾ ഏതെല്ലാം വാഹനങ്ങളാണോ ഇതിൻ്റെ ഉള്ളിൽ ഉൾപ്പെടുന്നത് പറയാൻ പറ്റില്ല. കാരണം രാത്രി പല സമയത്തും പല ആൾക്കാരും പോകുന്നതാണ്. ആരും കാണില്ല. ഒരു വാഹനം ഇതിൻ്റെ ഉള്ളിൽ പെഞ്ഞ് ഇത് ഇടിഞ്ഞ് അതിൻ്റെ ഉള്ളിലായി കഴിഞ്ഞാൽ ആരും കാണില്ല. കാരണം അന്ന് ഇടിഞ്ഞ് നമുക്ക് ഒരുപാട്
ഭയങ്കര വിഷമമുണ്ടായിരുന്നു. ഇതിൻ്റെ ഉള്ളിൽ ഏതെങ്കിലും ബൈക്കോ കാറോ കെണിഞ്ഞു എന്ന്. ഭാഗ്യത്തിനൊന്നും സംഭവിച്ചില്ല. പക്ഷേ ഇനി അത് സംഭവിക്കണം എന്നുള്ള വലിയ ഉറപ്പൊന്നുമില്ല. കാരണം വെച്ചാൽ ഏത് സമയത്തും എന്തും സംഭവിക്കാത്ത നിലയാണ് ഇപ്പോൾ ഉള്ളത്. സ്മൃതി, ചേട്ടൻ പറഞ്ഞു കേട്ടല്ല, ശിരൂരിൽ നമ്മൾ കണ്ടതാണ് വാഹനങ്ങൾ അകത്ത് പെട്ടുപോയത്. അന്നും ആളുകൾക്ക് ഭയമുണ്ടായിരുന്നു, ഈ മൺകൂണിയുടെ അകത്ത് വാഹനമുണ്ടോ എന്ന് സംശയമുണ്ടായിരുന്നു. കാരണം ഇതിൽ 24 മണിക്കൂർ രാത്രി പകലൊന്നും ഇല്ലാതെ വണ്ടി പോകുന്ന ദേശീയപാതയാണ്. അതുകൊണ്ട് ഏതെങ്കിലും ആളുകൾ നടന്നു പോകുന്ന ആളുകളോ അല്ലെങ്കിൽ ബൈക്കിൽ പോകുന്ന ആരെങ്കിലും അല്ലെങ്കിൽ വാഹനമോ കാറോ മറ്റേതെങ്കിലും തരത്തിലുള്ള വാഹനങ്ങൾ ഇതിനടിയിൽ ഉണ്ടോ എന്നൊരു സംശയമുണ്ടായിരുന്നു. പക്ഷേ അന്ന് നടത്തിയ പരിശോധന വാഹനമില്ല എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. ഇനിയും ഈ രീതിയിൽ തന്നെ 10-20 മീറ്റർ ഉയരത്തിലുള്ള വലിയ മൺകൂനിയാണ്, മലയാണ്. ഇതിന് പിടുത്തമില്ലാത്തൊരു മണ്ണാണ് അല്ല ചേട്ടാ? ഇത് ഒരു കല്ലില്ലാത്ത മണ്ണാണ്. മേലെ കോൺക്രീറ്റ് പാളിയുണ്ട്. പോരാത്തത് നോക്കിയാൽ കാണാം, ഏറ്റവും മേലെ കോൺക്രീറ്റിൻ്റെ പാളിയുണ്ട്, സ്ലാബ് ഇട്ടിട്ടുണ്ട്. അതാ ഏറ്റവും മുകളിൽ. അത് ഇളകുവാണെങ്കിൽ മൊത്തം ഇങ്ങ് പോരും. അതിൻ്റെ മുകളിലാണ് ഇപ്പം നിൽക്കുന്നത്, ചെറിയ തോല് നിൽക്കുന്നത്. അതാണ് ആ കോൺക്രീറ്റ് മുകളിൽ കൂടെയുള്ള റോഡാണോ? അതെ, അതിൻ്റെ മേലെ റോഡാണുള്ളത്. ആ റോഡ് അടുപ്പിച്ചാണ് വീട് കിടക്കുന്നത്. ഇനി ഒരു നടന്നു പോകാൻ പോലും പറ്റാത്ത സ്ഥിതിയാണ് ഇപ്പോഴുള്ളത്. എത്രത്തോളം ആശങ്കയുണ്ട് എന്നുള്ളത് ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് സിനോജ് തോമസ്. അതോടൊപ്പം തന്നെ ഇവർക്ക് നൽകിയ ഉറപ്പുകളും ഒരു തരത്തിലും പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ആളുകൾ പരാതിയായി പറയുന്നത്. ഇതും സർക്കാരിന്റെ ശ്രദ്ധയിലേക്ക് വെക്കുകയാണ്. സിനോജ് തോമസ് ആണ് വടകരയ്ക്കടുത്തുള്ള മുക്കാളിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.